These are my flashcards. The UN recognized ആയിട്ടുള്ള 195 കൺട്രീസിന്റെ ഫ്ലാഷ് കാർഡ്സ്. അതിൽ നിന്ന് ഞാനിപ്പോൾ കുറച്ചെടുത്തിട്ട് കുഞ്ഞോട് ചോദിക്കാം. Guinea Bissau, capital Bissau. ഇന്നത്തെ എപ്പിസോഡ് ഓർമ്മശക്തിയുടെ പേരിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന മഹാദേവ് എന്ന തിരുവനന്തപുരം സ്വദേശിയായ ബാലനെ കുറിച്ചാണ്. Hello everyone, my name is Mahadev. I study in senior KG, St. Francis Global School, Eluru, Andhra Pradesh. I belong to Kerala. I love to study countries and flags. നമസ്കാരം, ഞാൻ സുരേന്ദ്രൻ നായർ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസറാണ്. എൻ്റെ കൊച്ചുമകൻ മഹാദേവനെയാണ് നിങ്ങൾ കണ്ടത്. അവന് ഇപ്പോൾ പഠിക്കുന്നത് UKG 6 വയസ്സായി. UKG കഴിഞ്ഞു. അടുത്ത മാസം തൊട്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആന്ധ്രയിലെ ഏലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ സെൻറ്റ് ഫ്രാൻസിസ് ഗ്ലോബൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അവന് ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളെയും പോലെ കമ്പ്യൂട്ടർ കളിക്കാൻ ഇഷ്ടമാണ്, മൊബൈൽ നോക്കാൻ ഇഷ്ടമാണ്, കാറുകളോടും വാഹനങ്ങളോടും ക്രമമാണ്. ഒക്കെ ആണെങ്കിലും വായനയിൽ നല്ല താല്പര്യമുണ്ട്. ഓൾ അബൌട്ട് നേഷൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക് അവൻ്റെ അമ്മൂമ്മ വാങ്ങിച്ചു കൊടുത്തു. ആ ബുക്ക് വായിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഈ രാജ്യത്തിൻ്റെ എവിടെയാണ് മറ്റേ രാജ്യം, ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ജോഗ്രഫി ഞങ്ങൾക്കാർക്കും വലിയ പിടിയില്ല. അപ്പോൾ ഞങ്ങളൊരു ലോകത്തിൻ്റെ ഭൂപടം, വേൾഡ് മാപ്പ് വാങ്ങിക്കൊടുത്തു, ഒരു ഗ്ലോബ് വാങ്ങിച്ചു കൊടുത്തു, അറ്റ്ലസിൻ്റെ ബുക്ക്, അറ്റ്ലസ് ഓരോ രാജ്യങ്ങളുടെയും വിശദാംശങ്ങളുള്ള അറ്റ്ലസ് വാങ്ങിച്ചു കൊടുത്തു. അറ്റ്ലസ് ബുക്കായിട്ട് പല കോപ്പികൾ വാങ്ങിച്ചു കൊടുത്തു. ഇത് വെച്ച് മഹാദേവ് എന്ന് പറയുന്ന എൻ്റെ നന്നു മഹാദേവ് അവനിതെല്ലാം പഠിക്കുകയും ഓരോ രാജ്യത്തിൻ്റെ അയൽ രാജ്യം ഏതാണെന്നും അങ്ങനെയെല്ലാം പഠിച്ചു. 195 രാജ്യങ്ങളുടെയും പതാകകൾ കണ്ടാൽ തിരിച്ചറിയും. ഏത് പതാക കാണിച്ചാലും ഇത് ഏത് രാജ്യത്തിൻ്റെയാണ്, അതിൻ്റെ ക്യാപിറ്റൽ ഏതാണ് എന്ന് പറയും. ലോക രാജ്യങ്ങളെ പറ്റി പൊതുവിൽ നന്നായിട്ട് അറിയാം. ലോക നേതാക്കന്മാരെ പറ്റിയും സാമാന്യ ധാരണ അവനുണ്ട്. Slovakia, capital Bratislava. Slovenia, capital Ljubljana. Guyana, capital Georgetown. San Marino, capital San Marino. എൻ്റെ പേര് ശ്രുതി. ഞാൻ കേന്ദ്രീയ വിദ്യാലയ സംഘടനയിലെ PGT ഇംഗ്ലീഷാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ഏലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ഇപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതും സ്കൂളിൻ്റെ ക്വാർട്ടേഴ്സിൽ. ഇപ്പം ഞങ്ങൾ വെക്കേഷനാണ് വീട്ടിൽ വരാറ്. ഇപ്പം ഒരു 1.5 വർഷം മുന്നേ മോനെ വെക്കേഷന് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇവിടെ കുറേ ബുക്സ് ഉണ്ട്, എൻസൈക്ലോപീഡിയ പോലത്തെ കുറേ ബുക്സ് ഉണ്ട്. അപ്പം അക്കൂട്ടത്തിൽ ഒരു ബുക്കായിരുന്നു ഓൾ അബൌട്ട് നേഷൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക്. അപ്പം മോന് ആ ബുക്കിനോട് എന്തോ ഒരു കൂടുതൽ ഇഷ്ടം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ കൺട്രീസിൻ്റെ കാര്യം ചോദിക്കുക, അതിൻ്റെ ഫ്ലാഗ്സിനെ പറ്റി പറയുക, ഓരോ കൺട്രിയുടെയും ഫ്ലാഗ്സിൻ്റെ ഡിഫറൻസിനെ പറ്റി പറയുക. അങ്ങനെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ അവന് ഇൻട്രസ്റ്റ് കാണിച്ചപ്പോൾ ഞങ്ങൾക്കും തോന്നി ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യാമെന്ന്. അങ്ങനെ അവന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങളിങ്ങനെ വാങ്ങിച്ചു കൊടുത്തോണ്ടിരുന്നു. ഈ മാപ്സും ഗ്ലോബും അറ്റ്ലസും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ കുഞ്ഞിന് ഇൻട്രസ്റ്റ് തുടങ്ങിയത്. അതിൻ്റെ മെയിൻ റീസൺ അവൻ്റെ അമ്മൂമ്മയാണ് ഈ ബുക്സ് എല്ലാം വാങ്ങിച്ച് വെച്ചിരുന്നത് ഓൾറെഡി. അങ്ങനെയാണ് അവൻ്റെ ഇൻട്രസ്റ്റ് കൂടുന്നതും അവൻ അതിൽ പിന്നെ ഡീപ്പായിട്ട് ലേൺ ചെയ്തു തുടങ്ങി. ഇപ്പോൾ അവന് 195 കൺട്രീസിന്റെ ഫ്ലാഷ് കാർഡ്സ് കാണിച്ചു കൊടുത്താൽ ഏത് കൺട്രിയും റാൻഡം ചോദിച്ചാലും അവൻ പറയും ഇത് ഇന്ന കൺട്രി ആണെന്ന് പറയും. പലപ്പോഴും അതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ ഒക്കെ ഭയങ്കര പാടാണ്, നമുക്കൊന്നും മനസ്സിലാകത്തൂടിയില്ല. പക്ഷെ ഈ കുഞ്ഞ് എങ്ങനെയൊക്കെയോ അവൻ്റെതായിട്ടൊരു മെത്തേഡിൽ അവൻ അത് പഠിച്ചെടുത്തു. അതും കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. ഒരു ഗ്ലോബും വെക്കും, അറ്റ്ലസും വെക്കും, ഈ പറയുന്ന എൻസൈക്ലോപീഡിയകളിലെ വലിയ ബുക്കും എടുത്തു വെക്കും. എന്നിട്ട് അത് എങ്ങനെയൊക്കെയോ ഒന്ന് കമ്പയർ ചെയ്ത് അവൻ പഠിച്ചെടുത്തതാണ്. അത് ഫുള്ളി അവൻ്റെ ഒരു മെത്തേഡിലാണ്. ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തുമില്ല. How about this? Algeria, capital Algiers. Algiers. How about this one? Belarus, capital Minsk. Guinea, capital Conakry. This one? Haiti, capital Port-au-Prince.
മഹാദേവ് സെൻറ്റ് ഫ്രാൻസിസ് ഗ്ലോബൽ സ്കൂളിലെ ക്വിസ് ടീമിലുണ്ടായിരുന്നു. ക്വിസിന് അവന് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്, മെഡൽ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പടം വരയ്ക്കും. അതുപോലെ പാട്ട് പാടും, ഡാൻസ് ചെയ്യും. ഇതിന് 3നും പിന്നെ റെസിറ്റേഷനും അവനവിടെ പ്രൈസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതേതാ? Paraguay. സത്യം പറഞ്ഞാൽ മഹാദേവിന്റെ ഓർമ്മശക്തി Arabia. എന്നെ അത്ഭുതപ്പെടുത്തി. Capital Riyadh. ഈ ഒരു ഇന്ററാക്ഷനിലൂടെ എനിക്ക് ഇന്നേ വരെ അറിയാത്ത പല രാജ്യങ്ങളുടെ പേരും എനിക്ക് അറിയാൻ സാധിച്ചു. Togo. Capital Lome. രണ്ടാമതൊന്നും ആലോചിക്കാതെ മഹാദേവ് എന്ന ഈ ബാലനെ Capital നമുക്ക് Tokyo. ജീനിയസ് എന്ന് വിശേഷിപ്പിക്കാം. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും അധ്യാപകരാണ്. ഞാൻ സെൻറ്റ് സേവിയഴ്സിലെ അധ്യാപകനായിരുന്നു. ഭാര്യ ആശാലത ഹയർ സെക്കൻഡറി സ്കൂളിൽ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപിക ആയിരുന്നു. എൻ്റെ മകള് കേന്ദ്രീയ വിദ്യാലയ ഏലൂരിൽ അധ്യാപികയാണ്. മരുമകൻ ഡോക്ടർ അഖിൽ ടി നായർ, അദ്ദേഹം സെയിൻറ്റ് ഗിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനാണ് കോട്ടയത്ത്. കുഞ്ഞിന് ഈ പറഞ്ഞ അധ്യാപകരുടെയും എഞ്ചിനീയറുടെയും സ്കില്ല് സ്വാഭാവികമായും കിട്ടിയിട്ടുണ്ടായിരിക്കും. Benin. Capital Porto Novo and Cotonou. അപ്പോ മോന് ഉഗ്രനായിട്ട് പെർഫോം ചെയ്തു. ഓർമ്മശക്തി കൊണ്ട് മഹാദേവ് എന്നെ വിസ്മയിപ്പിച്ചതുപോലെ നിങ്ങളെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ മഹാദേവിന് സാധിക്കട്ടെ എന്ന് നമുക്കൊക്കെ ആശംസിക്കാം.